പള്ളി അമ്പലം ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും പുറത്ത് മറ്റ് പല കാര്യങ്ങൾ, അതായത് ഗെയിംസ്, അല്ലാതെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, പാർട്ടീസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഇതിലൊന്നും ഇടപെടാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ ഇതിനകത്ത് മാത്രം പെട്ടുപോകുന്നത്. ഇതിനകത്ത് പെട്ട ആൾക്കാർ പിന്നീട് ഇതിന് പുറത്തു വരാനും പാടുപെട്ടതുകൊണ്ട് വേറെ പലതും ഉപേക്ഷിച്ച് ജീവിതത്തിലെ പല സന്തോഷങ്ങളും പല എക്സസൈസ് പോലും വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതിനകത്ത് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാ പ്രായത്തിലും ഉണ്ട്. പിന്നെ ഇത് ഒരു ക്യാരക്ടറിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ പല ചില ക്യാരക്ടേഴ്സിനൊന്നും അങ്ങനെ എല്ലായിടത്തും പോയി മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞിങ്ങനെ പതുങ്ങിപ്പോയ ആളുകളുടെ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാവും ഈ പള്ളി ഇതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നിടത്തൊക്കെ. അവർ സൊസൈറ്റിയിലൊന്നും അങ്ങനെ വലിയ നിർബന്ധമൊന്നും ഇല്ല. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇല്ലൊരു പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്ത ടൈപ്പ് ആൾക്കാരും കൂടെ ഇവർ. ഒരു പ്രത്യേകതരം വേസ്റ്റ് പോലെ തോന്നുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് പെട്ട ആൾക്കാരുണ്ടല്ലോ, ഇത് മാത്രമായിട്ട് ഇങ്ങനെ നടക്കുക, ഇത് തന്നെ വലിയ കാര്യമായിട്ട് എടുക്കുക, ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇതിനും പ്രത്യേക വേസ്റ്റ് അത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അത് അവർക്കും വേസ്റ്റാ. ഇവരൊട്ടും ചില്ലാവത്തില്ലെന്നേ. അതുമല്ല, പല സ്ഥലത്തും ഇവരെ ഒരു കൂട്ടം കൂടി നിന്നാൽ ഇവരുടെ ആ ഒരു പ്രസൻസ് തന്നെ ആ ഒരു ഗ്രൂപ്പിനെ ഒരു ഒരു എന്താ ഡള്ളാക്കാനേ പറ്റത്തുള്ളൂ ഇവർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇങ്ങനത്തെ വിശ്വാസി പൊട്ടൻ എന്ന് പറയുന്നവൻ നമ്മുടെ ഇടയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു വെറുപ്പീരല്ലേ. ഇവനെ കൊണ്ട് ഒന്നാമതൊന്നിനും കൊള്ളത്തില്ല, ഒരു പരിപാടിക്ക് കൊണ്ടുപോകാൻ കൊള്ളാത്തവന്മാരാ. മനസ്സിലായോ? ഞാനിങ്ങനെയുള്ള കമ്പനി അതേ പിടിക്കില്ല. ഇങ്ങനെ വന്നാൽ തന്നെ അവരങ്ങ് പൊക്കോളും, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ല. ഇവന്മാർക്ക് ഒരിക്കലും പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇവരങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. ഇവർ പിന്നെയും തിരിച്ച് അതിനകത്ത് തന്നെ പോയിരുന്ന് ഈ പുറത്ത് ഇവന്മാർ ഭയങ്കര മറ്റേതാവും, കഞ്ചാവാവും, കള്ളാവും, വെണ്ണ, അവന് സ്വഭാവം ചീത്തയാ, ചീത്ത വിളിക്കുന്നവനാ, അങ്ങനെ ആക്കുന്നവനെ ഇങ്ങനെ ആക്കുന്നവനെന്ന് പറഞ്ഞാൽ അവിടെ കുശുമ്പൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേൾക്കാനും കാണും. ഇല്ല ഇവനൊക്കെ നശിച്ചു പോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അത് അതിനകത്ത് വേറെ സാധനമുണ്ട്. ഇപ്പോൾ പുതിയ ഒരു ന്യൂ ജനറേഷൻ പാസ്റ്റർ പിള്ളേരുടെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം കണ്ടേ. അതിനകത്തൊരു ചെക്കൻ കിടന്ന് വീർപ്പ് മുട്ടുക. നമുക്ക് ആരോഗ്യമുള്ളപ്പോ ചാടാൻ നമ്മൾ നാണിക്കരുത്. നമുക്ക് തുള്ളിച്ചാടണമെന്ന് തോന്നുമ്പോൾ അങ്ങ് തുള്ളിച്ചാടിക്കോണം. തുള്ളണം, ചാടണം, മറിയണം, ഓടണം, രണ്ടെണ്ണം അടിക്കണം, ചിലപ്പോൾ ഒന്ന് വേറെ പലതും ചെയ്യണം, കളിക്കണം, പെണ്ണുങ്ങളൊക്കെ പിടിക്കണം എന്നൊക്കെ തോന്നുക അല്ലേ. പിടിക്കാൻ ഞാൻ പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്നുള്ളതല്ല കേട്ടോ, ബലാത്സംഗം ചെയ്യുക അങ്ങനെയൊന്നുമല്ല, ആൾക്കാർ തല്ലുണ്ടാക്കണമെന്നും അല്ല. പരസ്പരം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, സ്വയം ഭോഗം ചെയ്യണം. പിന്നെ ബാറിൽ പോയി രണ്ടെണ്ണമൊക്കെ അടിച്ചൊന്ന് ചില്ലായി തുള്ളി മതിച്ച് ആനന്ദിച്ച് പബ്ബിലൊക്കെ പോയി ഡാൻസൊക്കെ കളിച്ച് കൂട്ടുകാർ ഒന്നിച്ച് കറങ്ങാനൊക്കെ പോയി കുറച്ച് കഞ്ചാവൊക്കെ അടിച്ചെന്നൊക്കെ ഇരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഈ വന്ന കാലമല്ലേ, ആരാ അടിക്കാത്തതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് ഭ്രാന്തന്മാരും എല്ലാവരും അങ്ങ് സാമൂഹ്യ വിരുദ്ധരും അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ദോഷം വരുത്തുന്നവരൊന്നും അല്ല. ഇതൊന്നും അടിച്ചേക്കുന്നവരും അടിക്കുന്നവരും ഇനി അടിക്കാതിരിക്കുന്നവരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് ഒരു ബാനുണ്ട് തൽക്കാലം ഈ രാജ്യത്തൊക്കെ ഉള്ളൂ. ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഇപ്പോൾ കഞ്ചാവൊന്നും ബാനൊന്നുമില്ല. ഇവരും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഈ പറഞ്ഞ പോലെ കുറച്ച് ബോധമൊക്കെ ഉള്ള മനുഷ്യർ കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രശ്നങ്ങളില്ല. ഇവിടെ അതല്ലല്ലോ അവസ്ഥ. ഇവിടുത്തെ ശരിക്കുള്ള മോശം അവസ്ഥ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണ്. പിന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ മതങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥകളാണ് ശരിക്കും മോശമായി പോകുന്നത് ഈ രാജ്യം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ രാജ്യത്തുള്ള കുറച്ച് പേര് അത് അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് കഞ്ചാവും കള്ളൊന്നും അങ്ങനെ അടിക്കാനും കൊള്ളത്തില്ല. അതുകൊണ്ട് ശരിയാകത്തില്ല ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ വിവാഹമല്ല ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്. അല്ലാതെ ഡെവലപ്ഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. ഇവിടുത്തെ ഈ തരം താഴ്ന്ന ഒരു രാജ്യത്തിനൊന്നും ഇതൊന്നും അത്ര പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത്, ആശുപത്രി കിടക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഒന്ന് ചാടാൻ പറ്റിയെങ്കിൽ. ഇവൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് മനസ്സിലായോ? ഇനി ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരുമ്പോൾ അന്ന് നമുക്ക് തോന്നരുതല്ലോ, നമുക്കൊന്ന് തുള്ളാമായിരുന്നു, ചാടാമായിരുന്നു. ഇത് തന്നെ എല്ലാ കാര്യത്തിലും, ഞാൻ ഈ പറഞ്ഞ ഇത്രയേ കാര്യത്തിലും. നാളെ എന്താണേലും നീ ഞാനും നമ്മളെല്ലാവരും പോയി കിടക്കും, നല്ല വേദനിച്ച് ഒട്ടും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ. വേദന എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഭയങ്കര വേദനയായിരിക്കും. ചെറിയൊരു തലവേദന വന്നാൽ അറിയാമല്ലോ ബുദ്ധിമുട്ട് എന്തുവാന്ന്. അപ്പോൾ ഒരു ക്രോസിനെ കഴിക്കുമ്പോൾ അത് മാറും. പക്ഷെ ആ തലവേദന ഒരിക്കലും മാറത്തില്ല ക്യാൻസർ വന്നു കഴിഞ്ഞാൽ. തലയ്ക്കകത്ത് മാത്രമല്ല ശരീരം മുഴുവനും സഹിക്കാൻ പറ്റാത്ത വേദന വരും. അത് അപ്പോൾ നമ്മൾ ഡോളോ 650 പോലത്തെ മരുന്നൊന്നും അല്ല, പെത്തഡിൻ, മോർഫിൻ, പിന്നെ അല്ലാതെ മറ്റ് പല പെയിൻ കില്ലേഴ്സ്, അതിൻ്റെ സപ്പോർട്ട്, മയങ്ങിക്കിടക്കുന്ന പാലിയേറ്റീവ് കെയർ, അങ്ങനെയൊക്കെയുള്ള. പിന്നെ മുന്നോട്ട് മാറുവന്നേ ഇല്ല. നീ മാറത്തേ ഇല്ലാത്തൊരു തലവേദനയെ പറ്റി ചിന്തിച്ചു, ഒരിക്കലും മാറത്തില്ല. അത് മരിക്കണം. അതൊരു ഭയങ്കര ദുരന്തമാണ്. അത് ഏത് പ്രായത്തിലും വരാം. അപ്പോൾ നമ്മൾ 50 വയസ്സ് കഴിഞ്ഞാൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ കിഡ്നിയൊക്കെ ഫെയിൽ ആയാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഡയാലിസിസ് ചെയ്ത് ജീവിതം മടുക്കും. വേദന എന്ന് പറഞ്ഞാൽ ദേഹത്തൊക്കെ ഭയങ്കര വേദനയാണ്, ശരീരം വേദന. ലിവറൊക്കെ പോയാലോ ഛർദ്ദിച്ച് ഏറ്റവും പെയിൻഫുൾ ലിവറാണെന്നാണ് തോന്നുന്നത്.
വേദന കിടന്ന് ഉരുളുവെന്ന് പറഞ്ഞത്. കട്ടിലെ കിടന്ന് ഇങ്ങനെ ഉരുളും, ഒന്നും കഴിക്കത്തില്ല 3-4 ദിവസമൊക്കെ, ഒന്ന് കരച്ചിൽ മാത്രം. ഇതൊക്കെ ആർക്കാ വന്നത്? കള്ളു കുടിച്ചവർക്ക് മാത്രമാണോ? അല്ല കഞ്ചാവ് അടിച്ചവർക്ക് മാത്രമാണോ? സിഗരറ്റ് വലിച്ചവർക്ക് മാത്രമാണോ? അതുപോലത്തെ തെറ്റിദ്ധാരണയൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ ആരും ഈ പുറത്തിട്ടൊന്നും കത്തിക്കത്തൊന്നുമില്ല. സിഗരറ്റൊന്നും വലിക്കത്തില്ല, പക്ഷേ പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റുകളെല്ലാം കൂട്ടിയിട്ടാൻ കത്തിക്കും. വേസ്റ്റ് മാനേജ്മെന്റ് പരിപാടി നോക്കാൻ ഇവിടെ ആർക്കും ഒരു ഡിമാൻഡും ഗവൺമെന്റിനോടില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, സിഗരറ്റ്, കള്ള്, കഞ്ചാവ്, അയ്യോ ഇത്രയും ഇതാണോ ലോകം നശിപ്പിക്കുന്ന സാധനം? അതൊക്കെ അങ്ങ് വിശ്വസിക്കാനും അത് വിശ്വസിച്ച് അങ്ങ് സ്വന്തം കണ്ണിൽ ഇങ്ങനെ പൊട്ടിയിടുന്ന ആൾക്കാരെ ഇന്ത്യയിലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അത് ഈ അണ്ടർ ഡെവലപ്ഡ് രാജ്യമായതുകൊണ്ടാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ അത് ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് അവിടെ ഈ പറഞ്ഞ സാധനങ്ങൾക്കൊന്നും ഇത്ര റെസ്ട്രിക്ഷൻ ഇല്ലാത്തത്. അല്ലെങ്കിൽ മദ്യത്തിനോ അല്ലെങ്കിൽ കഞ്ചാവിനോ ഒന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. മനസ്സിലായില്ലേ? ഇല്ലീഗലും അല്ല ഇവിടെ. പക്ഷേ ഇങ്ങനെ ഇരുന്ന് കണ്ണിപ്പൊടിയിടുന്ന ആൾക്കാരെ വേറൊക്കെ കൊണ്ടിടുന്ന പോരാത്തതിനും സ്വയം വാരി എറിയുകയും കൂടെ ചെയ്യും. അങ്ങനെയുള്ളവർക്കൊന്നും ഇത് പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വെള്ളവും ഇത്രയും വായു എല്ലാം പൊളിവിട്ടിയോ. ഭൂമിയൊക്കെ താഴോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ അത് പൊളിവിട്ടിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബാക്ടീരിയം വൈറസ് പോലും അൺസേഫാണ് അല്ലേ? പുതിയ എന്തോ സാധനങ്ങളുള്ള ഒരു രാജ്യമായി മാറും ഇത്. പല ബാക്ടീരിയ, വൈറസ്, ഫംഗൽ പല സാധനങ്ങളെയും കണ്ടുപിടിച്ചിട്ടുണ്ടാകും ശാസ്ത്രജ്ഞന്മാർ. പക്ഷേ ഇനി കുറച്ചാൾ കഴിയുമ്പോൾ ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ എന്തോ പ്രത്യേക സാധനങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതെല്ലാ വൃക്ഷങ്ങളിലും പക്ഷികളിലും ഈവൻ ഇൻ ബാക്ടീരിയ ആൻഡ് വൈറസ് ആൻഡ് ഫംഗൽ അങ്ങനെയുള്ള സാധനങ്ങളിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ച് കാണും നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ഈ പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ കാരണം. മീന് എല്ലാം ദുരന്തത്തില്ല. കടലൊക്കെ കുളം എന്നല്ല, കടൽ കുളമായെന്ന് അതല്ല, ഈ എന്താ പറയുക, അത്രയ്ക്ക് മലിനമാക്കപ്പെടുകയാണ്. മനുഷ്യന്റെ മനസ്സ് മലിനം, ബുദ്ധി, ചിന്താഗതി എല്ലാം മലിനം, പ്രകൃതി മലിനം, എല്ലാം മലിനം. അതിനിടയിലാണ് ഒരു പറയൻ ചെക്കൻ വന്നിട്ട് പറയുക തുള്ളിച്ചാടാൻ പള്ളി പോണം. നമ്മൾ പറഞ്ഞ കേട്ടോ, കർത്താവേ എനിക്ക് ഈ പള്ളിയിൽ പോയി ആരാധിക്കണം. പള്ളിയിലാണ് അവിടെ പൊട്ട പോയി ഇപ്പൊ തുള്ളുന്നത്. തുള്ളാൻ വേറൊരു സ്ഥലവും അവന് കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു പ്രത്യേകതരം ചിന്താഗതിയുള്ള ഒതുങ്ങി ജീവിക്കേണ്ട തരം, എല്ലാം അതിനപ്പുറത്തോട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ആൾക്കാരെ പറ്റി പറഞ്ഞില്ലേ. അവർക്ക് ഏതായാലും പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞ് ഇച്ചിരി പോയി ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഏരിയ ആയിട്ട് പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നല്ല ഏരിയാസ് ഉള്ളത് കൊണ്ട് ഇത് വിട്ടേക്കാം. പക്ഷേ ഈ തുള്ളാനൊക്കെ ഇപ്പം അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ അവിടെ പോയി ഇതാണ് തുള്ളേണ്ട സ്ഥലം എന്ന് കണ്ടെത്തുന്നവൻ്റെ അവസ്ഥ മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോലത്തെ ഒരാളല്ലേ. അത് പുറത്ത് ഇത്രയും വിശാലമായിട്ട് പലതരത്തിലുള്ള പരിപാടി കിടക്കുമ്പോൾ അവന് പള്ളിയിലേ പോയി തുള്ളാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ഗതികേടിനെ പറ്റി ഒന്ന് ആലോചിച്ചത്. ആ ഗതികെട്ടവനെ പറ്റി ഒന്ന് ആലോചിച്ചത്. എന്തിനാ ഇങ്ങനെ ഗതികെട്ടവനാകുന്നത്? എന്തിന്? എനിക്കറിയാൻ വേണ്ടി എന്ത് കാര്യത്തിന് ഇവിടെ പോയി തുള്ളിയാൽ എന്താ വ്യത്യാസം? അവിടെ ആൽക്കഹോൾ ഇല്ല, ഡ്രഗ്സ് ഇല്ല എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ വലിയ ക്രെഡിറ്റ് ആയിട്ട് കാണുന്നത്. എന്നിട്ട് ഇവന്മാരെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന കാനഡയ്ക്ക് UK വേണം. അതാണ് വേറെ രസം. ഈ പറഞ്ഞവനടക്കം എല്ലാവരും പോകാൻ കൊതിക്കുക അങ്ങോട്ടൊക്കെ. അവിടെ ഇങ്ങനെ അല്ലെന്ന. അവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ആളില്ല, പല പള്ളികളും പൂട്ടിപ്പോയി. ഈ തെണ്ടികളൊക്കെ കൂടെ വിചാരിക്കുന്ന അങ്ങോട്ട് പോയാൽ മതി. എന്നിട്ട് ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ മിക്കവന്മാരുടെ. ഈ പള്ളിയും പട്ടക്കാരനായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവന് റോമിലൊന്നും എത്തിപ്പെട്ടാൽ കൊള്ളാവുന്നവരുണ്ട്. മറ്റേ സൗദി പോയി മക്കയിൽ പോയി ചാടണമെന്ന് പറഞ്ഞ മുസ്ലിങ്ങളൊക്കെ കൂടെ മണ്ടന്മാർ നടക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനി മണ്ടന്മാരുടെ വലിയൊരു വേറൊരു ആഗ്രഹമാണ് യൂറോപ്പ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എല്ലാ ലോകത്തുള്ള ഏത് രാജ്യത്തൊന്നും മനുഷ്യർക്ക് യൂറോപ്പിൽ പോകണമെന്നുണ്ട്. കാരണം അവിടുത്തെ ആ സന്തോഷം സമാധാനം പോയാലും മനസ്സിലാകത്തില്ല. അവിടെ ചെന്നിട്ട് പിന്നെയും പഴയ മതവും ജാതിയും ഈ പൊട്ടത്തിലും പറയാനാണ് പോകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. ഇവനൊക്കെ എവിടെ പോയാലും നന്നാകത്തും ഇല്ല. അവിടെ കൂടെ കുളവാക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കയറും. ഇതുപോലെ നശിച്ചവന്മാർ ഇവിടെ എവിടെയും കിടന്നങ്ങ് നശിച്ച് നരകിച്ചങ്ങ് ചാവരുതോ, നശിച്ചവനെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അപ്പം ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്, വഴുതി മാറരുത്, വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ തുള്ളാനും മതിക്കാനൊക്കെ തോന്നുമ്പോൾ പള്ളിയിലോട് തന്നെ പോകണമെന്നില്ല. വല്ലപ്പോഴും ഒരിക്കൽ പോവാം. ഈ തുള്ളലൊക്കെ മടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ദിവസം പോയി ആ തുള്ളലിൻ്റെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോറടിച്ചിട്ട് ശരിക്കുള്ള തുള്ളലിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരും. ഇവിടെ മാത്രം ഇരുന്ന് പോയാൽ ജീവിതമേ മരടിച്ച് മരവിച്ച് നശിച്ചു പോകത്തേ ഉള്ളൂ. എനിക്ക് ഈ പള്ളിയിൽ പോയി ആരാധിക്കണം. എന്തിനാണ് നീ ഇങ്ങനെ മോങ്ങുന്നതിന്?